പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് 10-ൽ നമ്മളൊരു മാർക്ക് ഇടുകയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കാം? എത്ര മാർക്ക്? അഭിപ്രായത്തിൽ മൈനസ് മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 0-ന്റെ ബാക്കിൽ ആണ് മുഖ്യമന്ത്രിക്ക് 10-ൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് കിട്ടുന്നില്ല. നവകേരള സദസ്സെന്നും പറഞ്ഞ് എല്ലായിടത്തും പോകുന്ന നേരം കൊണ്ട് മറ്റുള്ളവരുടെ വലിയ വലിയ പരാതികൾ തീർത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾ -2. കാരണം നവകേരള സദസ്സ്, അതായത് ഇനി ഉയർന്നു വരുന്ന നവതലമുറയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നവതലമുറയോട് ചോദിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളും കൂടി പരിഹരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി വരുന്ന ആരാണെങ്കിലും ഭരിക്കാൻ വരുന്നത്. ഇല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ജയിച്ചാലും ഞങ്ങൾ ഇപ്പോൾ അതാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് പോകാൻ കാരണമെന്നും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സക്സസ്ഫുൾ മുഖ്യമന്ത്രിയല്ല. അല്ല 10-ൽ അപ്പോൾ എത്ര മാർക്ക് കൊടുക്കും? ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഒരു മുഖ്യമന്ത്രിയല്ല. കേരളത്തിനെ സംബന്ധിച്ച് ഒരു മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 2 മാർക്ക്. 10-ൽ 2 അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭവനമില്ലാത്ത കുറേ പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന ആർക്കും ഇല്ല സ്വന്തമായിട്ടൊരു ഭവനം. അതെല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ. ഒരു 2 സെൻറ്റ് ഭൂമിയിൽ ഒരു ഇത് വെച്ച് തരാം, നമ്മൾ ലോണായിട്ട് തിരിച്ചടച്ചോളാം, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒന്നും പറയുന്നില്ല. പക്ഷെ അതിന് ഇതുവരെ ഒരു പരിഹാരം ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് പേർ ആ ലൈഫ് മിഷൻ ഇപ്പോഴേ കിടക്കുമല്ലേ കെട്ടി. ഞാൻ എനിക്ക് തോന്നുന്നു 3-ാമത്തെ പ്രാവശ്യമാണ് ഞാനത് പുതുക്കി വീണ്ടും കൊടുക്കുന്നത്. ഞാനിനി അതൊക്കെ പാസ്സായി വരുമ്പോഴേക്കും എൻ്റെ പിള്ളേർ ചിലപ്പോൾ എൻ്റെ കാലം കഴിയും, എൻ്റെ പിള്ളേർ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഡം എത്ര മാർക്ക് കൊടുക്കും? 10-ൽ എത്ര മാർക്ക്? 10-ൽ മാർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സോറി, വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പാവപ്പെട്ടവൻ്റെ മനസ്സ് കുറച്ചും കൂടി കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്ത് അവരെ നിർത്തുന്നത്. പക്ഷേ ഇനി സത്യം പറഞ്ഞാൽ അടുത്തൊരു ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യില്ല. സത്യമായിട്ട് എനിക്ക് നീതി കിട്ടില്ല, പിന്നെ ഞാൻ വോട്ട് ചെയ്യുന്നതിനാ. കേരള മുഖ്യമന്ത്രിക്ക് 10-ൽ മാർക്ക് ഇടുകയാണെങ്കിൽ എത്ര മാർക്ക് മോൻ കൊടുക്കും? 0. എന്തുകൊണ്ടാണ് മോനെ? ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നടക്കാൻ പോകുമ്പോൾ നടക്കണമില്ല. റോഡൊക്കെ കിടക്കണില്ലേ, ആകപ്പാടെ അലമ്പാണ്. ഓക്കെ, അപ്പോൾ 10-ൽ 0 മുഖ്യമന്ത്രിക്ക്. താങ്കൾ എത്ര മാർക്ക് കൊടുക്കും 10-ൽ? ജീവിച്ചു കൂട്ടാ, നോ കമന്റ്സ്. സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് താങ്കൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ മാർക്ക് കൊടുക്കുന്നില്ല. ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് നമ്മൾ 10-ൽ ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ താങ്കൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 0 മാർക്ക് കൊടുക്കും. 10-ൽ 0 മാർക്ക് കൊടുക്കും. ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് 10-ൽ എത്ര മാർക്ക് ടോണി കൊടുക്കും? എന്നെ കൊണ്ട് തന്നെ ചോദിക്കണം, ഞാൻ ഇവരുടെ പരിപാടി അതാവട്ടെ, എന്നാലും നിങ്ങൾ പറ എത്ര മാർക്ക്? 10-ൽ 7 മാർക്ക് കൊടുക്കാം. 10-ൽ 7 മാർക്ക്. ഓക്കെ, താങ്കളാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? 1 കൊടുക്കും. പറ, എന്താന്ന് പറയാം. വേണ്ട അത് വേണ്ട. 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ശരിയാവില്ല. അതുകൊണ്ട് ഈ ഒരു പരിപാടി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വേണ്ട, അപ്പോൾ അത് വേണ്ട, നിങ്ങൾ കട്ടി. മുഖ്യമന്ത്രിക്ക് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ എത്ര മാർക്ക് കൊടുക്കും നമ്മുടെ കേരളത്തിൻ്റെ CM-ന്? I don't pay attention to politics that much. I think he's doing an okay job. Yeah. The issue with our state is that we're not properly able to get proper funding, I think, because of the center there might be some Your native place? I'm from here only. Actually ഞാൻ മലയാളം ഒന്നും പഠിച്ചില്ല. അതെ. എന്നാലും നമ്മുടെ CM-ന് എത്ര മാർക്ക് കൊടുക്കുന്നു? ഒറ്റ ചോദ്യം, താങ്കളുടെ അറിവ് വെച്ച്. 7. ഓക്കെ, താങ്ക് യു. ഇത് മുഖ്യമന്ത്രിക്ക് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 10 മാർക്ക് കൊടുക്കും നമ്മുടെ CM-ന്. എന്തായി? 10-ൽ 10 മാർക്ക് കൊടുക്കാം. ഇതേമാതിരി നമ്പർ 1 മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? നമ്മുടെ ഭരണത്തിൻ്റെ മികവ് നോക്കണ്ടേ? ഭരണത്തിൻ്റെ മികവ് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് 10-ൽ 10 കൊടുക്കുക. മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അദ്ദേഹത്തിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൽ അല്ലാതെയാണെങ്കിലും 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 8 മാർക്ക് കൊടുക്കാം. 10-ൽ 8. ഓക്കെ, 10-ൽ നമ്മൾ മാർക്ക് ഇടുകയാണ്. 10-ൽ എത്ര മാർക്ക് ചേട്ടൻ കൊടുക്കും? 8 മാർക്ക് ഇടാൻ പറ്റും. 10-ൽ 8 മാർക്ക് ഇടാൻ പറ്റും. ഓക്കെ, നിൽക്കാം. നമ്മുടെ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് 10-ൽ എത്ര മാർക്ക് സാർ കൊടുക്കും അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൽ? അല്ലെങ്കിൽ എന്തായാലും 10-ൽ 100 മാർക്ക് കൊടുക്കും. 10-ൽ 100 എങ്ങനെ കൊടുക്കും? മാക്സിമം 10-ൽ 10 കൊടുക്കും. 10-ൽ 10 കൊടുക്കും. അദ്ദേഹത്തിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ ഒരു 6 മാർക്ക്.
10ൽ 6. താങ്ക് യു. 10ൽ എത്ര മാർക്ക് കൊടുക്കും? കൃത്യമായിട്ട് എനിക്ക് മാർക്ക് പറയാൻ കഴിയില്ല. കാരണം പല ഘടകങ്ങളും നോക്കേണ്ടതുണ്ട്. ഭരണം, അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള എല്ലാ ഇടപാടുകളും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരു ജസ്റ്റ് എൻ്റെ അറിവിൽ വെച്ച് പറയാം, ഒരു പകുതി കൊടുക്കാം. 10ൽ 5 മാർക്ക്, 50% കൊടുക്കാം. ഓക്കെ. നീ പറയണം, കേരളത്തിൻ്റെ CM അല്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക്, 10ൽ എത്ര മാർക്ക് മോൻ കൊടുക്കും? 10ൽ 5. എന്തുകൊണ്ട് 10ൽ 5 ആയിപ്പോയി? പറ, കാരണം പറ. വെറുതെ എന്ന് പറ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 10ൽ ഓപ്ഷൻ കൊടുക്കാൻ തോന്നിയില്ല. ഓക്കെ. CM-ന് മുഖ്യമന്ത്രിക്ക് 10ൽ ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ൽ 9 മാർക്ക് കൊടുക്കും. കേരള മുഖ്യമന്ത്രിക്ക് 10ൽ എത്ര മാർക്ക് താങ്കൾ കൊടുക്കും? 10ൽ 8. നമ്മുടെ CM, നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കൾ അദ്ദേഹത്തിന് എത്ര മാർക്ക് കൊടുക്കും? 10ൽ എത്ര മാർക്ക് കൊടുക്കും? 9 മാർക്ക് കൊടുക്കും. നമ്മുടെ കേരള മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് 10ൽ എത്ര മാർക്ക് കൊടുക്കും? നമ്മളൊരു മാർക്ക് ഇടുകയാണ്, 10ൽ എത്ര മാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകാം? 8 മാർക്ക് കൊടുക്കും. മുഖ്യമന്ത്രിക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ൽ എത്ര മാർക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കും? ഫുൾ മാർക്ക്. 10ൽ 10 കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.